അങ്ങോട്ടൊന്ന് നോക്ക. എന്തൊരു സ്നേഹാന്ന് ഇനി. നിനക്ക് തോന്നിയിട്ടുണ്ടോ ഇതുവരെ ഇതുപോലെ തല തോർത്ത് തരാൻ? ആദ്യം ഒന്ന് കുളിക്ക്, എന്നിട്ടല്ലേ തോർത്ത. മെല്ലെ തുടക്കടാ. വെള്ളം പോകണ്ടേ? എന്നാ തുടച്ച് കൊല്ല്. Wrong command. നിൽക്ക. എങ്ങോട്ടായി കുന്തത്തിനെ കൊണ്ട്? കുന്തമല്ല, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 by Kyoto Dynamics. Glad to meet you. എന്തെങ്കിലും ആയിക്കോട്ടെ, അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല, അകത്ത് കയറി പോരുത്. ഉണ്ടാക്കിയത് എന്റെ മോനാന്ന്, താമസം എന്റെ കൂടെയാണ്. ഇവന് ഹിന്ദു മതത്തിൽ നല്ല വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമില്ല. പിന്നെ നിങ്ങളെങ്ങനെ പൂജ ചെയ്യും? അതല്ല, ഈ കുന്തം പറഞ്ഞതിൽ വിശ്വാസമില്ല എന്നാ പറഞ്ഞേ. ഇത് ഹിന്ദു ആണെന്നുള്ളതിന് എന്താ തെളിവ്? യദ്യ വിഭൂതിമത് സത്വം ശ്രീമദോർജിത മേവവ തത്തദേവാവഗച്ഛത്വം മമ തേജോ അംശസംഭവം. മനസ്സിലായില്ല? ഇതൊരു സംഭവമാക്കണ്ട, അകത്തേക്ക് കയറ്റാന്ന് അർത്ഥം. ഞാനിപ്പോ 3 വരെ 4 ഐശ്വര്യത്തോട് കൂടിയോ, ശ്രീയോട് കൂടിയോ, കരുത്തോട് കൂടിയോ ഉള്ള ഏത് വസ്തുവും എന്റെ തേജസ്സിന്റെ അംശത്തിൽ നിന്നുണ്ടായത് തന്നെയെന്ന് നീ അറിഞ്ഞാലും. ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 41-ാം ശ്ലോകം. ബാലരമല്ല. ഭാസ്കരൻ എന്നോട് ക്ഷമിക്കണം. ഈ യന്ത്രത്തിന് അകത്തേറ്റി അശുദ്ധാക്കാൻ പറ്റില്ല. ഇവൻ ഹിന്ദു ആന്ന്. എന്ത് ഹിന്ദു? നിങ്ങളെ തീരുമാനിക്ക ഹിന്ദു ആണെന്ന്? എല്ലാം മുരളി, ഹിന്ദുക്കൾക്ക് മാമോദീസ ഇല്ലല്ലോ. നിങ്ങളടക്ക്. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നമല്ല. ഒരു ദിവസം രാവിലെ ഒരുത്തം മാറ്റി നിങ്ങൾ അളിയിലാന്ന് പറഞ്ഞാല് നിങ്ങൾ വീട്ടിൽ കയറ്റിയിരുത്തോ? നിങ്ങൾ വീട്ടിൽ കയറ്റിരുത്തോ? ഞാൻ ഇരുത്തൂല. എന്നാ നിങ്ങൾ ഉണ്ടണ്ട. ഹിന്ദു ആണെന്ന് കാണിക്കാൻ നെഞ്ചു വളർന്ന് ഭഗവാനെ കാണിക്കാൻ പറ്റും. ഭയങ്കര ഐശ്വര്യം തന്നെയല്ലേ? റെയിൽവേ സ്റ്റേഷൻ. വെറുതെ സീൻ ഉണ്ടാക്കല്ലേ. ഡൽഹി അത്ര ദൂരമൊന്നുമില്ല. അടുത്തി പടി വിളിക്കണം കേട്ടോ. നാളെ വൈകുന്നേരം നെറ്റിൽ വിളിക്കാം കേട്ടോ. ചേച്ചി, അമ്മയെ നോക്കണേ. പോന്നേ. സൗദാമിന് എന്തിനു കരയുന്നു? പോട്ടെ. നല്ല കാര്യത്തിന് പോന്നതല്ലേ, ചിരിച്ചോണ്ടല്ലേ യാത്രയാക്കേണ്ടത്. കാര്യമായിട്ട് നല്ലോണം കാര്യമായിട്ട് ഓളെ മനസ്സിന്റെ വിഷമെല്ലാം കാര്യം തീർക്കട്ടെ. കുഞ്ഞപ്പ. യെസ് മിസ്റ്റർ ഭാസ്കരൻ. നിന്റെ ഫേസ്ബുക്കില് സൗദാമിനി ഉണ്ടോ? ഉണ്ടെങ്കിൽ മതി. Searching for Saudamini. പോടാ, അതൊന്നുമല്ല. ഇതന്നെ ഓള് തന്നെ സൗദാമിനി. മോശമല്ല കേട്ടാ, പാളത്തപ്പാനും കൂടെ ആന്നല്ലേ ഫേസ്ബുക്ക്. ഇതെല്ലാം പണ്ടേ കണ്ടുപിടിക്കേണ്ട സാധനം. അപ്പൊ നീ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലേ? നേരത്തും കാലത്തും കഴിച്ചൂടെ നിനക്ക്? വിശേഷമൊക്കെ പിന്നെ പറയാം. പോയി കഴിച്ചേ. ഒരു മിനിറ്റ്. അമ്മേന്റെ ഫേസ്ബുക്ക് ഇങ്ങനെ പോന്ന്. ഓളൊരു ഫേസ്ബുക്ക്. ഒന്ന് പോയേ. ജപ്പാനിൽ ആരോടെങ്കിലും സ്നേഹം തോന്നിയാൽ നേരിട്ട് പറയും. ഈടങ്ങനല്ല, പോയി ബലാത്സംഗം ചെയ്യും, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ഈ പ്രായത്തിൽ ഞാനിതൊക്കെ ചെയ്യാൻ പോയ നാട്ടുകാരെന്ത് വിചാരിക്കും? അവിടെ ആരെ എപ്പോൾ വേണമെങ്കിലും കല്യാണം കഴിക്കാം. എനക്ക് കല്യാണം കഴിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. പിന്നെ നിന്റെ ജപ്പാനെ കുറിച്ച് പറയൊന്നും വേണ്ട. 4 ബംഗാളികൾ 2 സൈഡിൽ നിന്നിട്ട് മണ്ണ് വലിച്ച് കടലിലേക്ക് ഇട്ടാൽ തീരുന്നതേ ഉള്ളൂ നിന്റെ ജപ്പാൻ. നമ്മുടെ ഇന്ത്യ അങ്ങനെയാന്ന്, വലുതല്ലേ, അപ്പൊ കാര്യങ്ങളും കുറച്ച് വലുതായിരിക്കും. അവിടെ എത്ര പ്രായമായാലും കല്യാണം കഴിക്കും, എപ്പോൾ വേണമെങ്കിലും കഴിക്കും. കല്യാണം കഴിക്കാതെയും ഒരുമിച്ച് ജീവിക്കാം.
ആടെ എങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. ഈടെ കല്യാണം എന്ന് പറഞ്ഞാൽ അരിയും പഞ്ചാരയും വാങ്ങിക്കൊടുക്കാനുള്ള ലൈസൻസാ. ചുപ്പനോട് പോലും പറയാണ്ട് വെച്ച കാര്യമാണ് സൗദാമിനിയുടേത്. നീ വന്ന് തനി മലയാളി സ്വഭാവം കാണിച്ചു തുടങ്ങിയോണ്ട് പറയുവാന്ന്. പുറത്തൊന്നും പോയി പറഞ്ഞും പാട്ടാക്കരുത്. തീർച്ചയായും